Hi students. It's a long time since we met. All of us were in a safety place. Now we are here again, not in the classroom, but in the safety of the room. We are going to take our online classes today onwards. I think all of you are keeping fine. Before starting class, let me say, stay home, stay safe. ഒരുപാട് കാലം 3 മാസം കോളേജുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അകന്ന് നിങ്ങളും ഞങ്ങളുമെല്ലാം ഈ പാൻഡമിക്കിൻ്റെ ഭീതിയിൽ നിന്ന് ദൂരെ കഴിയുകയാണ്. യൂണിവേഴ്സിറ്റി ഹാസ് ഡിക്ലെയർഡ് യുവർ എക്സാമിനേഷൻ ഡേറ്റ്. ഇറ്റ്സ് 7th of July. അതുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. 4th സെമ്മിൻ്റെ വി ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. ഒരു ഗുണമുള്ളത്, യു ഹാവ് ഗോട്ട് 30 days ബിഫോർ യു. റിയലി ഇറ്റ്സ് ഒരു ഹോളിഡേ അല്ല ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് സ്റ്റഡി ലീവാണ്. യു ഹാവ് ഗോട്ട് 30 days ഓഫ് സ്റ്റഡി ലീവ്. യു ആർ ലക്കി. അതുകൊണ്ട് നമുക്ക് എല്ലാ വിഷയങ്ങളും തുടങ്ങാം. നമ്മുടെ സ്പെക്ട്രം കുറച്ച് സീരിയസ് ആണ്. പക്ഷേ ക്ലാസ് റൂമിൽ അല്ലാതെ ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ നമുക്ക് അതെത്രമാത്രം സീരിയസ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾക്കറിയാലോ, ഒരുപാട് ഡിസ്കഷൻസ്, കുട്ടികളുടെ അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങൾ എല്ലാം കേട്ട് ചർച്ച ചെയ്ത് ഒരുപാട് മേഖലകളിലൂടെ സഞ്ചരിച്ച് വേണം നമുക്ക് ശരിക്കും ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ ബുക്കിൻ്റെ ഒരു പ്രത്യേകത അതാണ്. പക്ഷേ ഈ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഫോർ അസ്. അതുകൊണ്ട് ഏറ്റവും ചുരുക്കി ചില കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുക എന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ലെറ്റ് us begin our class. Please take the text at page number 35. Page number 35. It's a poem, Turmeric, written by famous Malayalam writer K. Sachidanand. I think you have heard about Sachidanand. Turmeric is a root. Do you know? മഞ്ഞൾ എന്ന് പറയുന്ന ഒരു റൂട്ടാണ്. And it is used for medicinal purposes and we use it as a cosmetic. നമ്മൾ കോസ്മെറ്റിക് ആയിട്ടും സൗന്ദര്യവർദ്ധക വസ്തു എന്ന നിലയിലും ഈ ടർമറിക് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇൻ അവർ ഫുഡ്. നമ്മുടെ ഭക്ഷണത്തിലായാലും നമ്മൾ നല്ലതായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ മഞ്ഞൾ എന്ന് പറയുന്നത്. മഞ്ഞളിന് അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. ദ പോയറ്റ് കെ സച്ചിദാനന്ദൻ ഈസ് എ ക്രിട്ടിക്. നിങ്ങൾക്കറിയാം, ഒരു ക്രിട്ടിക്കാണ്, വിമർശകനാണ്, എഡിറ്ററാണ്, ഒറേറ്ററാണ്, ഒരു പ്രാസംഗികനും കൂടെയാണ് അദ്ദേഹം. ഹി വാസ് ദ സെക്രട്ടറി ഓഫ് സെൻട്രൽ സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു. അത് നിങ്ങൾക്കറിയാവുന്ന ദ സോങ് ഓഫ് ദ സെൽഫ്, 5 Sons, വെൻ ദ പോയറ്റ് റൈറ്റ്സ്, ചേഞ്ചിങ് ഹൗസ് ആൻഡ് ദ പോയറ്റ് ആസ് ബുദ്ധ ആർ സം ഓഫ് ഹിസ് പ്രോമിനന്റ് വർക്ക്സ് ഇൻ മലയാളം. ഈ പറഞ്ഞ കൃതികളൊക്കെയാണ് മലയാളത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള സം വർക്ക്സ്. അത് ഓർത്തിരിക്കണം. ഹിസ് റൈറ്റിംഗ്സ് are noted for their social sensibility and representations of the complexity of human minds. ഈ മനുഷ്യ മനസ്സിൻ്റെ കോംപ്ലക്സിറ്റിയെ വളരെ നല്ല രീതിയിൽ പിക്ചർ ചെയ്യാൻ, ഡെപ്പിക്റ്റ് ചെയ്യാൻ കെ സച്ചിദാനന്ദന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ക്വാളിറ്റിയാണത്. ഇൻ ഹിസ് പോയട്രി ഹി ഈസ് എ ചാമ്പ്യൻ ഓഫ് സെക്യുലറിസം, എൻവിറോൺമെന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ when we go through his poems, so we can see he is a champion of secularism. Do you know secularism? മതേതരത്വം. നമ്മൾ ക്ലാസ്സിൽ ആയിരുന്നെങ്കിൽ നമുക്ക് മതേതരത്വമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാമായിരുന്നു.
now it is not possible for us to discuss all such things. So let's come back. About he is a champion of secularism, environment and human rights. എൻവയറോൺമെന്റിന്റെ കാര്യം നിങ്ങൾക്കറിയാം, പരിസ്ഥിതി ആകെ ദുർബലമാണ്, തകർച്ചയുടെ വക്കിലാണ്. ഇപ്രാവശ്യം ഫ്ലഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, വലിയ ഫ്ലഡാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും ആ എൻവിറോൺമെന്റിന് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടി ഗംഭീരമായി സംസാരിക്കുന്ന ഒരു റൈറ്ററും കൂടെയാണ് കെ സച്ചിദാനന്ദൻ. മാത്രമല്ല ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു റൈറ്ററും കൂടെയാണ് കെ സച്ചിദാനന്ദൻ. One of the most important consequences of the globalization is the distortion and erosion that is enforced in different cultures, especially in third world countries. അപ്പോൾ കെ സച്ചിദാനന്ദനെ കുറിച്ച് പറയുമ്പോൾ we have to tell something about globalization. This poem is Turmeric. ഈ മഞ്ഞൾ എന്ന് പറയുന്ന ഈ കവിത തന്നെ ഗ്ലോബലൈസേഷനുമായി ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബലൈസേഷൻ, ഈ ഗ്ലോബലൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസിക്വൻസ്, അതിന്റെ റിസൾട്ട്, അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റോർഷൻ ആൻഡ് ഇറോഷൻ ഓഫ് അവർ കൾച്ചേഴ്സ്. നമ്മുടെ സംസ്കാരങ്ങളെ അത് ഡിസ്റ്റോർട്ട് ചെയ്യുന്നു, അത് ഇറോഷൻ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ഗ്ലോബലൈസേഷൻ യഥാർത്ഥത്തിൽ ഒരു ഡിസ്റ്റോർഷൻ, ഒരു വളച്ചൊടിക്കലാണ്, ഒരു ഇറോഷൻ, ഒഴിവാക്കലാണ്, ഇറേസ് ചെയ്യാണ്. സംതിങ്, എന്തിനെയൊക്കെ ഇറേസ് ചെയ്യുന്നുണ്ട്, എന്തിനെയൊക്കെ ഇല്ലാതെയാക്കി കളയുന്നുണ്ട്. ദാറ്റ് ഈസ് എൻഫോഴ്സ്ഡ് ഇൻ ഡിഫറെന്റ് കൾച്ചേഴ്സ്. ലോകത്തിൽ വി ഹാവ് ഡിഫറെന്റ് കൾച്ചേഴ്സ് ആർ ദർ ഇൻ ദ വേൾഡ്. ലോകത്ത് പലതരം സംസ്കാരം നമുക്ക് കാണാം. പക്ഷെ ഈ സംസ്കാരങ്ങളെയൊക്കെ ഇറേസ് ചെയ്യുന്ന ഒരു രീതി ഗ്ലോബലൈസേഷന്റെ ഭാഗമായി വന്നത് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഒരു സംസ്കാരം എന്ന നിലയിലേക്ക് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇറ്റ് ഇസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. വൈ? മനുഷ്യൻ ഡിഫറെന്റ് ആണ്. ലോകത്തിൽ മനുഷ്യൻ ഡിഫറെന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു ഗാർഡൻ, അതിൽ ഒരേ പൂ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ പൂന്തോട്ടം ഒരിക്കലും മനോഹരമായിരിക്കില്ല. അതേപോലെ ഡിഫറെന്റ് കൾച്ചേഴ്സിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകം മനോഹരമായ ഒരു ഗാർഡനായി മാറുള്ളൂ. അപ്പൊ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു പ്രശ്നം അതാണ്. എല്ലാത്തിനെയും ഗ്ലോബലൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൾച്ചറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഗ്ലോബലൈസേഷന്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഓഫ് ഗ്ലോബലൈസേഷൻ നമുക്ക് പറയാം. അത് എസ്പെഷ്യലി ഇൻ ദ തേർഡ് വേൾഡ് കൺട്രീസിലാണ് ഈ ഗ്ലോബലൈസേഷൻ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. തേർഡ് വേൾഡ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ, പാകിസ്ഥാൻ, സച്ച് കൺട്രീസ്. അപ്പൊ ഇന്ത്യ, പാകിസ്ഥാനൊക്കെ പോലുള്ള രാജ്യങ്ങളുടെ മേലാണ് ഈ ഗ്ലോബലൈസേഷൻ അതിന്റെ പിടി മുറുക്കിയത്. ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ തന്നെ. ഇറ്റ്സ് ഓക്കെ. The neo-colonial trade rules created many restrictions such as intellectual property and patent laws. നിങ്ങൾക്കറിയാലോ, പിന്നെ ഈ ഇത്തരത്തിലുള്ള ലോസ് അടിച്ചേൽപ്പിക്കുമ്പം ഈ നമുക്ക് ഇതിനെ എങ്ങനെ നിയോ കൊളോണിയലിസം എന്ന് പറയാം. കൊളോണിയലിസം നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ, യൂറോപ്യൻസിന്റെ നേതൃത്വത്തിൽ ആദ്യം ഉണ്ടായിരുന്ന കോളനി വാഴ്ച. ഈ കൊളോണിയലൈസേഷന് ശേഷം ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് വി ആർ ഗോയിങ് ത്രൂ നിയോ കൊളോണിയലിസം. അതുകൊണ്ട് തന്നെ നിയോ കൊളോണിയൽ പ്ലണ്ടർ, ചൂഷണം, പുത്തൻ കോളനി വാഴ്ചയുടെ കാലത്തുള്ള ചൂഷണം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പോയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതില് ഈ നിയോ കൊളോണിയലിസത്തിന്റെ ഭാഗമായി വരുന്ന ട്രേഡ് റൂൾസ് ഉണ്ട്, വ്യാപാര നിയമങ്ങൾ. അവിടെ ആണ് നമ്മൾ ഒരു പ്രത്യേകത കണ്ടത്. ഇറ്റ് ക്രിയേറ്റഡ് മെനി റെസ്ട്രിക്ഷൻസ് ആൻഡ് സച്ച് ആസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് പേറ്റന്റ് ലോസ്. പേറ്റന്റ് ലോ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ്, ഈ ബൗദ്ധിക സ്വത്തവകാശ നിയമം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം തന്നെ ട്രേഡ് റൂളിന്റെ ഭാഗമായിട്ട്, നിയോ കൊളോണിയൽ ട്രേഡ് റൂളിന്റെ ഭാഗമായിട്ട് ലോകത്ത് വന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്, ടു സ്ട്രെങ്തൻ ദ കൺട്രോൾ ഓഫ് ദ ഇംപീരിയൽ കോർപ്പറേറ്റ്സ് ഓവർ ദ തേർഡ് വേൾഡ്, to establish new hegemonic supervisions, hegemonic dominant supervision. ഈ തേർഡ് വേൾഡ് കൺട്രീസിന്റെ മുകളിൽ ഇംപീരിയൽ കോർപ്പറേറ്റ്സിന്റെ, ലോകം മുഴുവൻ ഇന്ന് we are under the rule of or suppression or oppression of corporates. ഈ കോർപ്പറേറ്റ്സിന്റെ കീഴിലാണ് നമ്മൾ ഇന്ന് കഴിയുന്നത്. അപ്പൊ ഇങ്ങനെ കോർപ്പറേറ്റ്സിന്റെ കീഴിൽ നമ്മൾ കഴിയുമ്പം അവർക്ക്, കോർപ്പറേറ്റ്സിന് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് അവർ നമ്മളുടെ മേല് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചില റൂൾസ് ഉണ്ടായിട്ടുണ്ട്.
അവരുടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ കോർപ്പറേറ്റ് റൂൾസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട്, ലോകം മുഴുവൻ എസ്റ്റാബ്ലിഷ്ഡ് ആക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ റൂൾസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും അതുപോലെ പേറ്റന്റ് ലോസ് എന്നൊക്കെ പറയുന്നത്. The things like turmeric that reached Europe from India through the process of colonialization and how owned by the West, and they reduced this all important medicinal, ritualistic, healthy plant of ours into a mere cosmetic cream. There is a tragedy. അതാ ദ തിങ്സ് ലൈക്ക് ടർമറിക്, ഈ മഞ്ഞൾ പോലുള്ള വസ്തുക്കൾ നമ്മളിവിടെ ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. മഞ്ഞൾ പോലുള്ള വസ്തുക്കൾ, ഈ മഞ്ഞൾ പോലുള്ള ഈ ടർമറിക് പോലുള്ള ഈ വസ്തുക്കൾ ദാറ്റ് റീച്ച് ദി യൂറോപ്പ് ഫ്രം ഇന്ത്യ, അത് യൂറോപ്പിൽ എത്തിച്ചേരുന്നത് ഫ്രം ഇന്ത്യ, ഇന്ത്യയിൽ നിന്നാണ് അത് യൂറോപ്പിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ യൂറോപ്പിൽ എത്തിച്ചേരുന്ന ടർമറിക് പോലുള്ള തിങ്സ് അത് ഇന്ത്യയിൽ നിന്നാണ് എത്തിച്ചേരുന്നത്. എങ്ങനെയാണ്? ത്രൂ ദ പ്രോസസ് ഓഫ് കൊളോണിയലിസത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ കോളനൈസേഷന്റെ ഭാഗമായിട്ട്, കോളനിവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇവിടെയുള്ള ഇത്തരം വസ്തുക്കൾ യൂറോപ്യൻ നാടുകളിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിച്ചേരുന്നു. ആൻഡ് ഹൗ ഓൺഡ് ബൈ ദ വെസ്റ്റ്, അത് വെസ്റ്റ് സ്വന്തമാക്കി, പടിഞ്ഞാറൻ രാജ്യങ്ങൾ അത്, യൂറോപ്യൻ രാജ്യങ്ങൾ അത് സ്വന്തമാക്കി, അത് അവരുടേതാക്കി മാറ്റിക്കഴിഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ദേ ഹാവ് റെഡ്യൂസ്ഡ് ദിസ് ഓൾ ഇമ്പോർട്ടന്റ്. ഇത് നമ്മളെ സംബന്ധിച്ച് ടർമറിക് എന്ന് പറയുന്നത്, അല്ലെ ടർമറിക് പോലുള്ള വസ്തുക്കൾ, ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടന്റ് മെഡിസിനൽ ആൻഡ് റിച്വലിസ്റ്റിക് ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ച്. നമുക്കിത് ഒരു പർപ്പസ് മാത്രമായിരുന്നില്ല നമുക്കുണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ വെരി ഇമ്പോർട്ടന്റ് റിച്വലിസ്റ്റിക് ആയിരുന്നു. നമ്മുടെ പൂജകളിൽ, കാര്യങ്ങളിൽ, ആചാരങ്ങളിലെല്ലാം അത് യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് എ മെഡിസിനൽ പർപ്പസ്, അതിനൊരു മെഡിസിനൽ ആയിട്ടുള്ള മരുന്ന് എന്നുള്ള നിലയിൽ നമ്മളത് യൂസ് ചെയ്തിരുന്നു. അതുമാത്രമല്ല ഹെൽത്തി പ്ലാന്റും ആയിരുന്നു. നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫുഡിൽ നമ്മൾ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഈ പ്ലാന്റിനെ അവർ വെസ്റ്റേൺ കൺട്രീസ് എന്ത് ചെയ്തു? ദേ ചേഞ്ച്ഡ് ഇറ്റ് ഇൻടു എ മിയർ കോസ്മെറ്റിക് ക്രീം. വെറും ഒരു സൗന്ദര്യവർദ്ധക വസ്തു എന്ന നിലയിലേക്ക് അവരതിനെ മാറ്റിക്കളഞ്ഞു. അതാണ് സങ്കടകരമായ കാര്യം. ഇറ്റ്സ് എ ട്രാജഡി. അപ്പം ദിസ് പോയം ഈസ് അബൌട്ട് ടർമറിക്. ഇങ്ങനെയൊരു മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലോബലൈസേഷനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വി ക്യാൻ ഡിസ്കസ് ദിസ് ഓൾസോ. നമുക്ക് മഞ്ഞൾ പോലും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് വരുന്ന സാഹചര്യമാണ് നമ്മൾ ഗ്ലോബലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ ദിസ് പോയം ഈസ് ഓൾസോ അബൌട്ട് ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ ഇഫക്ട്സ്. The poem Turmeric, which was originally published in Malayalam with the title മഞ്ഞൾ. ഈ മലയാളത്തിലാണ് ഇത് ഒറിജിനലി പബ്ലിഷ് ചെയ്യുന്നത് ആദ്യം. അത് അതിന്റെ ടൈറ്റിൽ മഞ്ഞൾ എന്ന് തന്നെയായിരുന്നു. ഈസ് വൺ ഓഫ് സച്ചിദാനന്ദൻസ് മോസ്റ്റ് ഫേമസ് ഷോർട്ട് പോയംസ്. വളരെ പ്രധാനപ്പെട്ട ചെറിയ കവിതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് സച്ചിദാനന്ദന്റെ ഈ കവിത എന്ന് പറയുന്നത്. The poem is primarily about how the neo-colonial global agenda works very often in converting certain traditionally rooted value-based important products into market-oriented, cosmopolitan, cosmetic or such attractive products. അതാണ് ഈ കവിതയിൽ ശരിക്കും പറയുന്നത്. ഈ പോയം പറയുന്നത് അതാണ്. ദിസ് പോയം ഇസ് പ്രൈമറിലി അബൌട്ട് ഹൗ ദ നിയോ കൊളോണിയൽ ഗ്ലോബൽ അജണ്ട. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു നിയോ കൊളോണിയൽ ഗ്ലോബൽ അജണ്ട എവിടെയുണ്ട്. ഒരു പുത്തൻ കോളനി വാഴ്ചയുടെ ഭാഗമായിട്ടുള്ള ഒരു ആഗോള അജണ്ട നമ്മുടെ ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. ഈ അജണ്ട വർക്ക്സ് വെരി ഓഫൺ ഇത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻ കൺവേർട്ടിങ് നിയോ കൊളോണിയൽ ഗ്ലോബൽ അജണ്ട വർക്ക് ചെയ്യുന്നത് ഇൻ കൺവേർട്ടിങ് സർട്ടൻ ട്രഡീഷണലി റൂട്ടഡ് വാല്യൂ ബേസ്ഡ് ഇമ്പോർട്ടന്റ് പ്രൊഡക്ട്സ്. നമ്മളെ സംബന്ധിച്ച് മഞ്ഞൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. വാല്യൂ ബേസ്ഡ് ഇമ്പോർട്ടന്റ് പ്രൊഡക്റ്റ് ആയിരുന്നു മഞ്ഞൾ എന്ന് പറയുന്നത്. ഈ വാല്യൂ ബേസ്ഡ് ഇമ്പോർട്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള മഞ്ഞളിനെ അവര് കൺവേർട്ട് ചെയ്യാണ്. എന്തായിട്ടാണ്? ഇൻ ടു ദ മാർക്കറ്റിലേക്ക് അവർ എത്തിച്ചിട്ട് അത് മാർക്കറ്റ് ഓറിയന്റഡ് കോസ്മോപോളിറ്റൻ കോസ്മെറ്റിക് ആയിട്ട് അവർ മാറ്റി തീർക്കുകയാണ്. സച്ച് ആസ് അട്രാക്റ്റീവ് പ്രോഡക്ട്സ്. ഈ വളരെ ആകർഷണീയമായ ചില വസ്തുക്കളായിട്ട്, അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ആയിട്ട്, സൗന്ദര്യവർദ്ധക വസ്തു എന്ന നിലയിലേക്ക് ഈ ഗ്ലോബൽ അജണ്ടയുടെ ഭാഗമായി ഒരു മഞ്ഞളിനെ അവര് തകർത്ത് കളയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് വാസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് വാല്യൂ ബേസ്ഡ് തിങ്.
മഞ്ഞൾ എന്ന് പറയുന്ന അത്രമാത്രം പ്രാധാന്യം അർഹിച്ചിരുന്ന റിച്വലിസ്റ്റിക്കും കൂടിയായിരുന്നു. നമ്മുടെ ആചാരങ്ങളിലെല്ലാം ഇറ്റ് ഹാഡ് എ വെരി ഇമ്പോർട്ടന്റ് പ്ലേസ്, അതിന് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയാണ് അവര് എന്താക്കി മാറ്റിയത്, വെറും ഒരു കോസ്മെറ്റിക് ആക്കി തീർത്ത് കളഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്ന പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, വൈൽ എ പ്രൊഡക്റ്റ് ലൈക്ക് ടർമറിക് വാസ് ഇമ്പോർട്ടൻറ്റ് ടു അവർ സൊസൈറ്റി in a multiple ways, the Western culture through its market oriented approach has almost reduced it into a cosmetic cream. അപ്പൊ ഇതൊരു കോസ്മെറ്റിക് ക്രീം ആക്കി അവര് മാറ്റിക്കളഞ്ഞു സൊസൈറ്റി എന്ന് ഇങ്ങനെ ഒരു കാര്യത്തെ കൊണ്ടുപോയിട്ട്. അപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോസ്മോപൊളിറ്റൻ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ സച്ച് അട്രാക്റ്റീവ് പ്രൊഡക്ട്സ് ആയിട്ട് മാറ്റിയപ്പോൾ ഈ ടർമറിക് പോലുള്ള ഇത്തരത്തിലുള്ള പ്രോഡക്ട്സുകൾക്ക് പിന്നെ അവരെ സംബന്ധിച്ച് ഇറ്റ് വാസ് ഇമ്പോർട്ടന്റ്, അവരെ സംബന്ധിച്ച് അത് ഒരു പ്രധാനപ്പെട്ട, പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടന്റ് ടു അവർ സൊസൈറ്റി ഇൻ മൾട്ടിപ്പിൾ വേയ്സ് ആണ്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, മൾട്ടിപ്പിൾ വേയ്സ്, വളരെ ഡിഫറെന്റ് വേയ്സിൽ നമുക്ക് ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ടർമറിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. The Western culture through its market oriented approach, ഈ മാർക്കറ്റ് ഓറിയന്റഡ് അപ്രോച്ചിലൂടെ വെസ്റ്റേൺ കൾച്ചർ അവരെന്ത് ചെയ്തു, മാർക്കറ്റ് ഓറിയന്റഡ് അപ്രോച്ചിലൂടെ ഈ വെസ്റ്റേൺ കൾച്ചർ ഓൾമോസ്റ്റ് റെഡ്യൂസ്ഡ് ഇറ്റ് ഇൻ ടു എ കോസ്മെറ്റിക് ക്രീം, വെറും ഒരു കോസ്മെറ്റിക് ക്രീം ആക്കിയിട്ട് ഈ മഞ്ഞളിനെ അവർ മാറ്റിക്കളയും. ഇതാണ് സംഭവം. അപ്പൊ ഇതിനെക്കുറിച്ചാണ് നമ്മുടെ കവിത സംസാരിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ടർമറിക്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് ടർമറിക് ഇൻ അവർ റിച്വൽസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പം അതെങ്ങനെയാണ് ദ ടർമറിക് ബിക്കെയിം ഓൺലി എ കോസ്മെറ്റിക് ക്രീം എന്നതാണ് നമ്മൾ ഈ കവിതയിൽ കാണാൻ പോകുന്നത്. Let us begin the poem. Once the ഉണ്ണിയാർച്ച of the subsoil, ഉണ്ണിയാർച്ച നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഉണ്ണിയാർച്ച, ഷീസ് എ courageous and beautiful war heroine of North Kerala's ballads. നിങ്ങൾക്കറിയാലോ ബല്ലാഡ് എന്ന് പറയുന്നതാണ്. ബല്ലാഡ് ഈ നോർത്ത് കേരളയിലെ ബല്ലാഡ് നമ്മൾക്കറിയാം, വലിയ പിന്നെ നമ്മൾ ഒരുപാട് വടക്കൻ വീരഗാഥകൾ ഒക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗാഥകളാണ് ബല്ലാഡ്സ്. അപ്പം ഇത്തരത്തിലുള്ള പിന്നെ ഗാഥകളിൽ, ഇത്തരമുള്ള കഥകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഉണ്ണിയാർച്ച എന്ന് പറയുന്നത്. ഒരു വാർ ഹീറോയിൻ ആയിരുന്നു, ഒരു യുദ്ധ ഹീറോയിൻ, നായികയും കൂടിയായിരുന്നു ഉണ്ണിയാർച്ച. അപ്പം വൺസ് ഉണ്ണിയാർച്ച ഓഫ് ദ സബ്സോയിൽ മീൻസ് ബിനീത് ദ സോയിൽ ആണ്, ബിനീത് ദ ടോപ്പ് സോയിൽ, ഈ മുകളിലുള്ള മണ്ണിന്റെ അടിയിലുള്ള ഭാഗമാണ് സബ്സോയിൽ. അപ്പൊ ഈ ഇങ്ങനെയുള്ള മണ്ണിന്റെ അടിയിലുണ്ടായിരുന്ന പിന്നെ ഉണ്ണിയാർച്ചയായിരുന്നു ആര്, ടർമറിക്. അത്രമാത്രം പോരാളിയായിരുന്നു ഉണ്ണിയാർച്ച, ഒരു പോരാളിയായിരുന്നു. അതുപോലെ തന്നെ ടർമറിക് ഓൾസോ വാസ് എ പോരാളി, വാസ് എ വാർ ഹീറോയിൻ എന്ന് നമുക്ക് പറയാം, ഒരു പോരാളി തന്നെയായിരുന്നു. The urban beauty of smuggles the urban beauty who smuggles gold. അപ്പം പിന്നെ ടർമറിക് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു അർബൻ ബ്യൂട്ടി ആയിരുന്നു. അർബൻ ബ്യൂട്ടി, ഒരു നഗരത്തിന്റെ സൗന്ദര്യം ഏറ്റുവാങ്ങിയിരുന്ന ഒന്നായിരുന്നു ഈ ടർമറിക് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് അർബൻ ബ്യൂട്ടി. പിന്നെ എങ്ങനെ, ഹു സ്മഗിൾസ് ഗോൾഡ് അണ്ടർ ഹർ പെയിൽ സ്കിൻ, അതാണ് അർബൻ ബ്യൂട്ടിയാണ്. അപ്പൊ ഈ ടർമറിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സീ ദ പെയിൽ സ്കിൻ ഓവർ ദ ടർമറിക്. ഈ ടർമറിക്കിന്റെ മുകളിൽ നമുക്ക് പെയിൽ സ്കിൻ കാണാം, ഒരു വിളറിയ തൊലി. അതിന്റെ അടിയിലാണ് ഈ ഗോൾഡിനെ അത് പിന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അപ്പൊ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നൊന്നും അല്ല കവി പറയുന്നത്, അതിനെ പിന്നെ എന്ത് ചെയ്യുന്നു, സ്മഗിൾ ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഈ ഗോൾഡിനെ ഒരു പെയിൽ സ്കിൻ കൊണ്ട് കവർ ചെയ്ത് പിന്നെ കടത്തിക്കൊണ്ട് പോവുകയാണ്. ആ രീതിയിലാണ് അതിനെ കവി അവതരിപ്പിക്കുന്നത്. അപ്പം അത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് കവി അതിനെ കാണുന്നത്. അപ്പോൾ അണ്ടർ ഹെർ പെയിൽ സ്കിൻ, അവളുടെ ഈ തൊലിയുടെ ഈ വിളറിയ തൊലിയുടെ അടിയിലാണ് ടർമറിക്. അപ്പൊ അത് ഗോൾഡാണ്. അപ്പോൾ ഗോൾഡൻ ഷൂസ് ഓഫ് ദ പ്രിൻസസ് ട്രാൻസ്ഫോംഡ് ബൈ എ മജീഷ്യൻ ഇൻ ടു എ പ്ലാന്റ്. അപ്പൊ പോയിട്ട് കാണുന്നത് അങ്ങനെയാണ്. അർബൻ ബ്യൂട്ടിയാണെന്ന് നമ്മൾ പറഞ്ഞു, അർബൻ ബ്യൂട്ടിയാണ്, ഉണ്ണിയാർച്ചയാണ്. അതുപോലെ തന്നെ ഗോൾഡൻ ഷൂസ് ഓഫ് ദ പ്രിൻസസ് ആണ്, പ്രിൻസസിന്റെ, രാജകുമാരിയുടെ, സിൻഡ്രല്ല എന്ന് പറയുന്ന രാജകുമാരിയുടെ. സിൻഡ്രല്ലയുടെ കഥയൊക്കെ ഞാൻ PDF ആയിട്ട് നിങ്ങൾക്ക് വേറെ അയച്ചാലും നമുക്കിപ്പോ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകാൻ അധികം സമയമില്ലാത്തതുകൊണ്ടാണ് അത് ഞാൻ PDF ആയിട്ട് വേറെ അയച്ചുതരാം. അപ്പം ദ ഗോൾഡൻ ഷൂസ് ഓഫ് ദ പ്രിൻസസ് ട്രാൻസ്ഫോംഡ് ബൈ എ മജീഷ്യൻ. അപ്പൊ ഈ ടർമറിക് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ഗോൾഡൻ ഷൂസ്.
അതൊരു ഗോൾഡൻ ഷൂസാണ്. ഈ ഗോൾഡൻ ഷൂസ് എന്ത് ചെയ്യുന്നു? ഈ ഷൂസ് ഓഫ് ദ പ്രിൻസസ് ട്രാൻസ്ഫോംഡ് ബൈ എ മജിഷ്യൻ ഇൻ ടു എ പ്ലാന്റ്. അപ്പോ സിൻഡ്രല്ല പ്രിൻസസിന്റെ ഗോൾഡൻ ഷൂസിനെ ഒരു മജീഷ്യൻ അയാളുടെ മാജിക് കാണിച്ച് ട്രാൻസ്ഫോംഡ് ചേഞ്ച്ഡ് ഇൻ ടു എ പ്ലാന്റ്. അതാണ് കൺസെപ്റ്റ്. അപ്പോ ഒരു മാജിക് കാണിച്ചിട്ട് അതിനെ ഒരു പ്ലാന്റ് ആക്കിയിട്ട്, ഒരു ചെടിയാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ പിന്നെ രാജകുമാരിയുടെ, നമ്മുടെ സിൻഡ്രല്ലയുടെ ഗോൾഡൻ ഷൂസിനെ അങ്ങനെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് അവിടെ പറയാൻ കഴിയും. പിന്നെ പറയുന്നത് ദ ഡസ്റ്റ് ഓൺ ദ ഫീറ്റ് ഓഫ് ദ സേക്രഡ് ഗ്രോവ്സ്. ദ ഡസ്റ്റ് ഓഫ് ദ ഫീറ്റ്, ഈ പിന്നെ ഡസ്റ്റ്, പൊടി, എവിടുത്തെ? ഫീറ്റ് ഓഫ് ദ സേക്രഡ് ഗ്രോവ്. സേക്രഡ് ഗ്രോവ് നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള കാവുകൾ. അതുപോലെ ഹോളി പ്ലേസസ് എല്ലാം സേക്രഡ് ഗ്രോവ് എന്ന് പറഞ്ഞാൽ, ഗ്രോവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രീസ് ഗ്രോ ചെയ്യുന്ന സ്ഥലമാണല്ലോ, തോപ്പ്. ഇപ്പൊ ഇവിടെ സേക്രഡ് ഗ്രോ എന്ന് പറഞ്ഞാൽ കാവുകളാണ്. But dust of the feet of the sacred groves means we can see, or there is gold in the feet of the deities, goddess. ഈ ദേവതകളുടെ കാലുകളിൽ, ഡൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഗോഡസ് ആണ്, ദേവതകളുടെ കാലുകളിൽ എന്തുണ്ട്? ഗോൾഡ് ഉണ്ട്. ഈ ഗോൾഡ്, അപ്പോ വി ക്യാൻ സീ ദിസ് ഈ ടർമറിക് എവിടെ നമുക്ക് കാണാം? അപ്പൊ ടർമറിക് എന്ന് പറയുന്നതിനെ നമുക്ക് ഈ ഗോഡസസിന്റെ, ഡൈറ്റീസിന്റെ, ദേവതകളുടെ കാലിന്റെ അടിയിൽ പോലും നമുക്ക് കാണാം. ഇപ്പൊ ഹോളി പ്ലേസിൽ അല്ലെങ്കിൽ കാവുകളിൽ ഒക്കെ നമുക്കിത് ഉണ്ട്. അപ്പൊ അതും ടർമറിക്കിന്റെ ഒരു സവിശേഷതയായിട്ട് കവി പറയുന്നു. ദ സൺലൈറ്റ് ഓഫ് ദ ഹോളി ഡിസൈൻസ് ഓൺ ദ കോർട്ട്യാർഡ്സ്. പിന്നെ ചില റിച്വൽസ് ഉണ്ടല്ലോ, ഈ ആളുകള് പിന്നെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഈ റിച്വൽസിന്റെ ഭാഗമായിട്ട് ചില കോലങ്ങൾ വരയ്ക്കാറുണ്ട്, വീടിന്റെ മുറ്റത്ത് ചില കോലങ്ങൾ. അപ്പം ഈ കോലങ്ങള് യഥാർത്ഥത്തിൽ പിന്നെ ടർമറിക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ദ ഡസ്റ്റ് ഓൺ ദ ഫീറ്റ് ഓഫ് ദ സേക്രഡ് ഗ്രോവ്സ്, സൺലൈറ്റ് ഓഫ് ദ ഹോളി ഡിസൈൻസ് ഓൺ ദ കോർട്ട്യാർഡ്സ്. അപ്പൊ കോർട്ട്യാർഡ്സിൽ, മുറ്റങ്ങളിൽ ഹോളി ഡിസൈൻസ്, വി ക്യാൻ സി ഹോളി ഡിസൈൻസ്. അപ്പം ഈ ഹോളി ഡിസൈൻസ് എന്ന് പറയുമ്പോൾ ടർമറിക് പൗഡർ യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ടർമറിക് കൊണ്ട് പിക്ചേഴ്സ് വരയ്ക്കുന്ന, കോലങ്ങൾ വരയ്ക്കുന്ന ഒരു രീതിയുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തെ ചില രീതികളാണ്. അപ്പോൾ ടർമറിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡസ്റ്റ് ഓൺ ദ ഫീറ്റ് ഓഫ് ദ ഡൈറ്റീസ് ഓർ ഗോഡസ് ഇൻ ദ ഹോളി പ്ലേസസ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം കവി അഗെയിൻ ഹി സേസ് ഇൻ ഫെസ്റ്റിവൽ സീസൺ വി ക്യാൻ സീ ദ ടർമറിക് പൗഡർ ഈസ് യൂസ്ഡ് അലോങ് വിത്ത് അതർ പൗഡേഴ്സ്. മറ്റ് പൗഡേഴ്സിന്റെ കൂടെ ഈ ടർമറിക് പൗഡറും കൂടെ ഫെസ്റ്റിവൽ സീസണിൽ ആളുകൾ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. എന്തിനു വേണ്ടി? ഇൻ ദ വേരിയസ് ഡിസൈൻസ് മെയ്ഡ് ഇൻ ദ കോർട്ട്യാർഡ്സ്. ഈ മുറ്റത്തുണ്ടാകുന്ന വേരിയസ് ഡിസൈൻസ്, കോലങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ടർമറിക് യൂസ് ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട്. പിന്നെ അതിനുശേഷം വീണ്ടും പറയുന്നൊരു സംഭവമാണ് ദ നെക്ടർ ഇമ്മോർട്ടാലിറ്റി ദ സർപ്പന്റ് കിങ്സ് ടേക്ക്. ദ നെക്ടർ മീൻസ് നമ്മൾ പറയും അമൃത് എന്നൊക്കെ പറയും, അമൃത്. അപ്പൊ അത് ഈ ഇമ്മോർട്ടാലിറ്റി കൊടുക്കുന്നതാണ്. അമൃത് എന്ന് പറയുന്നത് മരണമില്ലായ്മ കൊടുക്കുന്നതാണ്. ഈ സർപ്പന്റ് കിങ്സ് ഇത് എടുക്കുന്നു എന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണ് സർപ്പന്റ് കിങ്സ് എടുക്കുന്നത്? സർപ്പന്റ് കിങ്സ് ടേക്ക് ടർമറിക് ആസ് ദ നെക്ടർ ഓഫ് ഇമ്മോർട്ടാലിറ്റി. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് പാർട്ട് ഓഫ് പൂജ the people give serpents turmeric mixed with water in the sacred groves. ഈ കാവുകളിലൊക്കെ വെള്ളത്തിന്റെ കൂടെ ചേർത്തിട്ട് ടർമറിക് പിന്നെ കൊണ്ടുപോയി പൂജയുടെ ഭാഗമായിട്ട് വെക്കാറുണ്ട്. അത് വന്നിട്ട് പാമ്പ് ഭക്ഷിക്കുന്നു, കുടിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എന്തായി മാറുന്നു? അവര് മരണമില്ലാത്തവരെ, they will get immortality എന്നൊരു വിശ്വാസം. ആർക്ക്? പാമ്പുകൾക്ക് ഒരു ഇമ്മോർട്ടാലിറ്റി കിട്ടും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പം അത്രമാത്രം ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് അവർ ഹ്യൂമൻ സൊസൈറ്റി, അവർ റിച്വലിസ്റ്റിക് വേയ്സ് ആയിരുന്നു ഈ ടർമറിക് എന്ന് പറയുന്നത്. ഇതിനെയാണ്, ഇത്രമാത്രം നമ്മുടെ ജീവിതവുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു തിങ്ങിനെയാണ് Western countries or Europeans or as part of the globalization they reduced it as mere cosmetic. വെറും ഒരു കോസ്മെറ്റിക് ആക്കി തീർത്ത് കളഞ്ഞത് എന്നാണ് കവി ഇവിടെ
പറയുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഈ ഇടപെടലുകളിലൂടെ ഓരോ നാടുകളിലുള്ള കൾച്ചേഴ്സ്, നമുക്കറിയാം ഡിഫറെന്റ് കൾച്ചേഴ്സ് ആർ ദർ ഇൻ ദ വേൾഡ്, ലോകത്തെ ഡിഫറെന്റ് കൾച്ചേഴ്സ് ഉണ്ട്. ഈ കൾച്ചേഴ്സിനെയാണ് ദേ റെഡ്യൂസ്ഡ് ഇൻ ടു മിയർ ആഷസ്, വെറും ചാരമാക്കി അവർ മാറ്റിക്കളഞ്ഞു. കാരണം ഇവിടെ ഒരു കൾച്ചർ മതിയെന്നും അത് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് കടന്നു വരുന്ന യൂറോപ്യൻ കൾച്ചർ ആണെന്നുമുള്ള ഒരു ശരി ബോധം, അതാണ് ശരി എന്നൊരു ബോധം നമ്മളിലേക്ക് ഉണ്ടാക്കാൻ ഈ ആസ് പാർട്ട് ഓഫ് ദ ഗ്ലോബലൈസേഷൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ദ കൂൾ മൂൺ ഓഫ് ദ മോസ്റ്റ് ഫേസസ്, ദ കൂൾ മൂൺ ഓഫ് ദ മോസ്റ്റ് ഫേസസ്, ദ ടെൻഡർ ടച്ച് ഓഫ് ദ എർത്ത്, on the cheeks pierced by the trident in divine frenzy, the cool moon of the moist faces. എന്താ നമ്മൾ ഈ ആചാരത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന, we can see people who smear turmeric on their faces. ഒരുപാട് ആൾക്കാർ റിച്വൽസിന്റെ ഭാഗമായിട്ട് ഈ ടർമറിക് ഫേസസിൽ സ്മിയർ ചെയ്യുന്നത്, പുരട്ടും നമ്മൾ കാണുന്നു. അപ്പോ കൂൾ മൂൺ ഓഫ് ദ മോയിസ്റ്റ് ഫേസസ് മീൻസ് വെൻ ദേ സ്മിയർ the turmeric, they will feel a moisteric atmosphere. They will feel like moisturous, ഒരു തണുപ്പ് അല്ലെ ഒരു ഈർപ്പം ഉള്ളത് പോലത്തെ ഒരു തോന്നലുണ്ടാവും. അപ്പോൾ അതൊരു ചന്ദ്രനെ പോലെയാണല്ലോ, കാരണം ഇറ്റ്സ് കളർ ഈസ് ഗോൾഡൻ കളർ, ചന്ദ്രൻ ഗോൾഡൻ കളറാണ്. അതുകൊണ്ട് അവരുടെ മുഖത്തിൽ തേച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥയാണ് പറഞ്ഞത് ദ കൂൾ മൂൺ ഓഫ് ദ മോയിസ്റ്റ് ഫേസസ്. അപ്പോൾ ഇവിടെ റിച്വൽസിന്റെ ഭാഗമായിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നതാണ്. The tender touch of the earth on the cheeks. അപ്പം ഈ കൂൾ മൂൺ ഓഫ് ദ മോയിസ്റ്റ് ഫേസസ്, ദ ടെൻഡർ ടച്ച് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത്, ഷീ ഈസ് ദ ടെൻഡർ ടച്ച് ഓഫ് ദ എർത്ത് ഓൺ ദ ചീക്സ്. ഈ പിന്നെ ഭൂമിയിലാണല്ലോ, എർത്തിലാണ് ഈ ടർമറിക് ഉണ്ടാവുന്നത്. അപ്പൊ ടർമറിക് കൊണ്ട് എർത്തില് ഉണ്ടാവുന്ന ടർമറിക് നമ്മുടെ മുഖത്ത് കവിളില് ഒക്കെ തേച്ച് കഴിയുമ്പം അത് ഒരു ടെൻഡർ ടച്ചാണ്, ഒരു സോഫ്റ്റ് ടച്ചാണ്, ഭൂമിയുടെ മൃദുസ്പർശമാണ്, ഭൂമിയുടെ മൃദുസ്പർശം. ഇപ്പം ദ കൂൾ മൂൺ ഓഫ് ദ മോയിസ്റ്റ് ഫേസസ്, ദ ടെൻഡർ ടച്ച് ഓഫ് ദ എർത്ത് ഓൺ ദ ചീക്സ് പിയേഴ്സ്ഡ് ബൈ ദ ട്രൈഡന്റ് ഇൻ ഡിവൈൻ ഫ്രെൻസി. ഈ ട്രൈഡന്റ് യൂസ് ചെയ്യുന്ന ഒരു രീതി ഇന്ത്യൻ കൾച്ചറിലുണ്ട്. ട്രൈഡന്റ് മീൻസ് എ ലോങ് 3-pronged വെപ്പൺ ആണ് ഈ ശൂലം എന്ന് പറയും. ശൂലം ഈ ലോങ് 3-pronged വെപ്പൺ, ശൂലം. ഈ ശൂലം കവിളിൽ കുത്തിയിറക്കുന്ന ഒരു രീതി ഇന്ത്യൻ കൾച്ചറിന്റെ റിച്വൽസിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. അപ്പോ ഈ ടർമറിക് എന്ന് പറയുന്നത് ഷീസ് എ ടെൻഡർ ടച്ച്, സോഫ്റ്റ് ടച്ച്. എവിടെ? ഓഫ് ദ ടച്ച് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ സ്പർശനമാണത്. എവിടെയാണത് ടച്ച് ചെയ്യുന്നത്? ഓൺ ദ ഫേസസ് പിയേഴ്സ്ഡ് ബൈ ദ ട്രൈഡന്റ്. ഈ ട്രൈഡന്റ് കൊണ്ട് പിയേഴ്സ്ഡ് ആയിട്ടുള്ള, ഈ ശൂലം കൊണ്ട് മുറിവേറ്റുള്ള, കുത്തിക്കയറ്റിട്ടുള്ള ആ മുഖത്ത്. എപ്പോഴാണ് ഈ ആളുകൾ പിയേഴ്സ് ചെയ്യുന്നത്? വിത്ത് ട്രൈഡന്റ്. ഇൻ എ ഫ്രൻസി മൂഡ്, ഇൻ ദ ഡിവൈൻ മൂഡ്, ഒരു മാഡ്നെസ്. ഫ്രൻസി മീൻസ് മാഡ്നസ്. അപ്പോൾ ഒരു ഡിവൈൻ മാഡ്നസ്സിൽ, ഒരു പരിശുദ്ധമായ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ, അല്ലെ വിശ്വാസത്തിന്റെ ആ ആധിക്യത്തിൽ ആളുകൾ ഈ കവിളിൽ ഇതിങ്ങനെ കുത്തി ഇറക്കി തുളയ്ക്കാറുണ്ട്. അപ്പൊ അവിടെ ഈ സ്മിയർ ചെയ്യും ടർമറിക്. അല്ലെങ്കിൽ ഓൺ ദ ഫോർഹെഡ്, നെറ്റിത്തടത്തിൽ, നെറ്റിയിലും ഈ ടർമറിക് സ്മിയർ ചെയ്യാറുണ്ട്. ഇതൊക്കെ ആസ് പാർട്ട് ഓഫ് ദ ബിലീഫാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇത് ഈ ഒറക്കിളാണ് ചെയ്യുന്നത്. നമ്മുടെ എന്താ പറയുക, ഒറക്കിൾ, ഈ കോമരങ്ങൾ ഉണ്ടല്ലോ, കോമരം തുള്ളുന്നതിന്റെ ഭാഗമായിട്ട് അവരതങ്ങനെ ചെയ്യും. അവരുടെ മുഖത്ത് തേക്കും, കവിളിൽ ഇത് ശൂലം കുത്തിയിറക്കിയിട്ടുണ്ട്, അത് ചെയ്യും. ഇങ്ങനെയുള്ള പിന്നെ റിച്വൽസിന്റെ ഭാഗമായിട്ടെല്ലാം നമ്മൾ ടർമറിക്, വി യൂസ് ടർമറിക് ആസ് പാർട്ട് ഓഫ് ദ റിച്വൽസ്. ആൻഡ് ദ ടോൺ ഫോർഹെഡ് ഓഫ് ദ ഡിവൈൻ ഓഫ് ദ ഡാൻസിങ്. ഈ ഒറക്കിൾ, ഡാൻസ് ചെയ്യുന്ന ഒറക്കിൾ ഉണ്ട്, ഡാൻസ് ചെയ്യുന്ന ഈ പിന്നെ കോമരങ്ങൾ, അവര് ഒക്കെ ഈ പിന്നെ നെറ്റിയിൽ ഇങ്ങനെ വെട്ടും, ഫോർഹെഡിൽ ഇങ്ങനെ ടോൺ ചെയ്യും, കീറിയിട്ടുണ്ടാവും. ഇങ്ങനെ നെറ്റിയിൽ വാള് കൊണ്ട് വെട്ടിയിട്ട്, അരിവാള് കൊണ്ടൊക്കെ വെട്ടിയിട്ട് കീറിയിട്ടുണ്ടാവും. അവിടെയൊക്കെ പുരട്ടുന്നത് ഈ ടർമറിക്കാണ്. അപ്പൊ ഇത് നമ്മുടെ റിച്വൽസിന്റെ ഭാഗമാണ്. ദി അതർ യെല്ലോ ഷോർ ഓഫ് വെനം. അതുപോലെ ഇത് ദി അതർ യെല്ലോ ഷോർ ഓഫ് വെനം ആണ്, യെല്ലോ ഷോർ ആണ്. യെല്ലോ ഷോർ മീൻസ് ആന്റിസെപ്റ്റിക്, ആന്റിഡോട്ട് എന്നൊക്കെ നമുക്ക് പറയാം. യെല്ലോ ഷോർ എന്ന് പറഞ്ഞാൽ ആന്റിഡോട്ട് ഓർ ആന്റിസെപ്റ്റിക്.
ദി അതർ യെല്ലോ ഷോർ ഓഫ് ദ വെനമാണ്. ഈ വിഷത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ആന്റിസെപ്റ്റിക് ആയിട്ട് വി യൂസ് ടർമറിക് ആസ് ദി ആന്റിസെപ്റ്റിക്. അപ്പൊ വെനത്തിനെതിരെ, വിഷത്തിനെതിരെ നമ്മൾ പലപ്പോഴും നമുക്കറിയാം, തേള് കടിച്ചിട്ടുണ്ട് മഞ്ഞൾ പുരട്ടാറുണ്ട്, ഈ പിന്നെ തേനീച്ച കുത്തിയിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ പുരട്ടാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ആന്റിവെനം അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക് ഓർ ആന്റിഡോട്ട് ആയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അതാണ് യെല്ലോ ഷോർ എന്ന് പറയുന്നത്, യെല്ലോ ഷോർ ഓഫ് ദ വെനം. ദ ഗോൾഡൻ ഹീറോയിൻ ഓഫ് ദ കിച്ചൺ സ്പ്ലാറ്റർ. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ഗോട്ട് എ വെരി ഗുഡ് പ്ലേസ് ഇൻ കിച്ചൺ. കിച്ചണിലും ഈ പിന്നെ ടർമറിക്കിന് വളരെ വലിയ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണത്തിനായാലും അതിൻ്റെ പിന്നെ പ്ലേറ്റ് നിറം വരുന്നതിനും ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുവായിട്ട് നമ്മൾ ടർമറിക് പണ്ട് മുതൽ യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ ഗോൾഡൻ ഹീറോയിൻ ഓഫ് ദ കിച്ചൺസ് പ്ലാറ്റർ മീൻസ് പ്ലേറ്റ്സ് ആണ്. അപ്പം അത് നമ്മുടെ ഒരു രീതിയാണ് ടർമറിക് വിത്ത് ഇറ്റ്സ് ഗോൾഡൻ കളർ. ടർമറിക്കിന്റെ പ്രത്യേകത വിത്ത് ഇറ്റ്സ് ഗോൾഡൻ കളർ, ഇറ്റ് ഈസ് ദ ഹീറോയിൻ ഓഫ് ദ കിച്ചൺ പ്ലേറ്റ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ രീതിയാണ്. നമ്മൾ ഇപ്പോൾ കണ്ടത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പിന്നെ നെറ്റിയിൽ ഇത് പുരട്ടാറുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് പാർട്ട് ഓഫ് ദ റിച്വൽ ആണ്, ഈ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നെറ്റിത്തടത്തിൽ ഇതൊക്കെ പുരട്ടുക എന്ന് പറയുന്നത്, അല്ലെ തേക്കുക എന്ന് പറയുന്നത്. പിന്നെ ഈ ഒറക്കിൾസ് യൂസ് ചെയ്യാറുണ്ട്. ഒറക്കിൾസ് എന്താണെന്ന് നമുക്കറിയാം. ഈ അവരിങ്ങനെ അവരുടെ ടോൺ ഫോർ ഹെഡിലാണ് ഈ ഡാൻസ് ചെയ്തുകൊണ്ട് ഒറക്കിൾസ് അവർ ടോൺ ഫോർ ഹെഡിലാണ് ഇത് പിന്നെ അവർ തേക്കുന്നത്. We see some devotees in their divine madness piercing their cheeks with tridents. ഈ തൃശൂലം കൊണ്ട് ഡിവോട്ടീസ് വളരെ ഭക്തർ ചിലപ്പോൾ ഇങ്ങനെ കവിളൊക്കെ ഇങ്ങനെ കുത്തി തുളയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വി ഓൾസോ സീ പീപ്പിൾ ഡാൻസിങ് വിത്ത് സോഡ്സ്. അതുപോലെ വാള് എടുത്തിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. വാള് മാത്രമല്ല, നോട്ട് ഓൺലി ദ സോഡ്സ് ബട്ട് ഓൾസോ സ്പിയേഴ്സ്. ഇൻ ദെയർ സ്പിയേഴ്സ്, ഈ കുന്തങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇൻ ദെയർ ഹെഡ്സ്, ഈ ഹെഡിലാണ് അവർ അതുകൊണ്ട് മുറിവൊക്കെ ഉണ്ടാക്കുന്നത്. ആൻഡ് സംടൈംസ് wounding themselves during festival like കാവടി ആൻഡ് ഭരണി. ഈ ഭരണി ആട്ടം, കാവടി ആട്ടം എന്നൊക്കെ പറയുന്ന ആ അവസരങ്ങളിലും ഈ ഡിവോട്ടീസ് അവരുടെ ശരീരം അല്ലെങ്കിൽ നെറ്റി, തല എല്ലാം മുറിപ്പെടുത്തുന്ന ഒരു രീതി നമ്മൾ ഇന്ത്യയിൽ കാണാറുണ്ട്. ആൻഡ് after the wounding they apply turmeric paste where the cheeks or foreheads are wounded as an antidote, antiseptic. അപ്പൊ എവിടെയാണോ ഈ മുറിവുണ്ടായത് അവിടെ ചീക്സിലാണ്, ചീക്സിൽ പിന്നെ ഫോർഹെഡിലാണ്, അവിടെ അവർ ഒരു ആന്റിസെപ്റ്റിക് അല്ലെങ്കിൽ ആന്റിഡോട്ട് ആയിട്ട് അവർ ആന്റിവെനം എന്ന നിലയിൽ ഈ മുറിവ് പഴുക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റിച്വൽസിന്റെ ഭാഗമായിട്ടുള്ളത്. പിന്നെയാണ് നമ്മൾ പറയുന്നത് അടുക്കളയിലും ഇതൊരു ഒരു വലിയ സാന്നിധ്യമാണ്. എങ്ങനെയാണ് നമ്മൾ ഗോൾഡൻ ഹീറോയിൻ ഓഫ് ദ കിച്ചൺ സ്പ്ലാറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ടർമറിക് എന്ന് പറയുന്നത് പിന്നെ ഗോൾഡൻ, അതിന്റെ വിത്ത് ഇറ്റ്സ് ഗോൾഡൻ കളർ ഈസ് ദ ഹീറോയിൻ ഇൻ ദ കിച്ചൺ പ്ലേറ്റ്. കിച്ചണിലെ പ്ലേറ്റിലെ ഒരു ഹീറോയിൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ടർമറിക്. പിന്നെ ദി യെല്ലോ ക്ലാഡ് ഫ്രാഗ്രൻസ് ഓഫ് കറീസ്. പിന്നെ നമുക്കറിയാം ഈ കറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പലപ്പോഴും, എല്ലാവരും തന്നെ കറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടർമറിക് ഈസ് യൂസ്ഡ് ഇൻ കറീസ്. അതിന്റെ ഫ്രാഗ്രൻസ്, ഇറ്റ് ആഡ്സ് ഫ്രാഗ്രൻസ് ടു ദ കറീസ്. ഈ ടർമറിക്, വെൻ വി യൂസ് ടർമറിക് ഇറ്റ് ആഡ്സ് ഫ്രാഗ്രൻസ് ടു ദ കറീസ്. ഇപ്പോൾ കറിക്ക് ഒരു നല്ല മണം കിട്ടും. അത് മാത്രമല്ല, ഇറ്റ് ആഡ്സ് ആൻ യെല്ലോ കളർ ടു ദ കറീസ്. കറിക്ക് ഒരു മഞ്ഞ കളറും കൂടെ കൊടുക്കുന്നതും ഈ ടർമറിക് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ്. The sweet scented presence that followed from the labor room. അതേപോലെ തന്നെ അതിന് വീണ്ടും ഉപയോഗം. ലേബർ റൂമിൽ വി യൂസ് ഇൻ ദ ലേബർ റൂം. ടർമറിക് നമ്മൾ ലേബർ റൂമിൽ വരെ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺ ദ ന്യൂ ബോൺ ബേബീസ് ഇൻ ദ ലേബർ റൂം. ഈ ലേബർ റൂമിൽ നമ്മൾ ബേബീസിനെ കുളിപ്പിക്കുമ്പോഴെല്ലാം നമ്മൾ പിന്നെ അത് ഹോസ്പിറ്റലിൽ എന്നുള്ള അർത്ഥത്തിലല്ല, പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ മഞ്ഞൾ തേച്ചിട്ടാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനൊരു ഉപയോഗം ഉണ്ട്. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ നമ്മളത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ലേബർ റൂമിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ടു ദ ബ്രൈഡൽ ചേംബറിൽ വരെ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അപ്പോൾ ഈ ടർമറിക് ഈസ് യൂസ്ഡ് ഓൺ ദ ന്യൂ ബോൺ ബേബ്സ് ഇൻ ദ ലേബർ റൂം. ആൻഡ് ദെൻ
ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺ ബ്രൈഡ്സ്. ഈ വധുക്കൾ അല്ലെങ്കിൽ ഭാര്യമാർ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന സ്ത്രീകൾ അവർ സൗന്ദര്യവർദ്ധക വസ്തു എന്ന നിലയിൽ ശരീരം ഇതിൽ പുരട്ടുന്ന ഒരു രീതി അതുണ്ട്. അപ്പം ഫ്രം ദ ബ്രൈഡൽ ചേംബർ ടു ദ ഡെത്ത് റൈറ്റ്സ്, അതാണ്. അപ്പൊ ഫ്രം ദ ബ്രൈഡൽ ചേംബർ, ഈ ബ്രൈഡൽ ചേംബറിൽ പിന്നെ നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നു. അവിടുന്ന് അത് ഇറ്റ് ഈസ് ഓൾസോ അക്കമ്പനീസ് ദ പേഴ്സൺ ടു ദ ഡെത്ത് റൈറ്റ്സ്. അപ്പം മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ചടങ്ങിൽ പോലും നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവിടം വരെ. അപ്പൊ ഒരു കുട്ടി വെൻ എ ബേബി ഈസ് ബോൺ, അപ്പൊ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വി യൂസ് ടർമറിക്. ആൻഡ് ഫ്രം ദ ലേബർ റൂം ടു ദ ഡെത്ത് റൈറ്റ്സ് വി ക്യാൻ സേ. അപ്പം ഈ ലേബർ റൂം മുതൽ ചടങ്ങ് നടക്കുന്ന ആ സമയം വരെ നമ്മൾ ഈ ടർമറിക് യൂസ് ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ട് അത് വളർന്നു വന്നിട്ടുണ്ട്. Now what is the case? Now an expensive cosmetic cream trapped in the tubes and sold in the supermarket. ഇപ്പം അത് എന്തായി മാറിയിരിക്കുന്നു? ഈ ഡെത്ത് റൈറ്റ്സിൽ വരെ ഒരു കുട്ടി ജനിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ സംഭവം ഡെത്ത് റൈറ്റിൽ വരെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒരു കൾച്ചർ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ആ സാധനം എന്തായി മാറിയിരിക്കുന്നു? വെൻ ദ coming of the globalization or as part of the globalization or global agenda, now it is reduced to a mere cosmetic cream. അത് വെറും ഒരു കോസ്മെറ്റിക് ക്രീം ആയിട്ട് മാറിയിരിക്കുന്നു. we get it trapped in the tubes and sold in the supermarket. നമുക്കത് ട്യൂബുകളിൽ അതിനെ പിന്നെ സൂക്ഷിച്ചിരിക്കുന്നു. സൂപ്പർ മാർക്കറ്റിൽ we will get it, നമുക്കത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോ ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ ആ ആള് മരിക്കുന്നത് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും എന്ന് പറഞ്ഞാൽ അടുക്കളയില്, അവന്റെ ജീവിതത്തില്, വിവാഹ ചടങ്ങില് എന്ന് വേണ്ട എല്ലാ മേഖലകളിലും വളരെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് പെർഫോം ചെയ്തിരുന്ന ടർമറിക്കിനെ വെറും ഒരു കോസ്മെറ്റിക് ക്രീം ആക്കി ഈ ഗ്ലോബലൈസേഷൻ മാറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോ ഒരു ഗ്ലോബലൈസേഷൻ നമുക്ക് എന്ത് നൽകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഗ്ലോബലൈസേഷന് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻസും കളയുന്നു മാത്രമല്ല, അതിനുള്ള എല്ലാ രീതിയിലുള്ള പിന്നെ ഈ ഉപയോഗങ്ങളും മാറ്റിയിട്ട് വെറും ഒരു കോസ്മെറ്റിക് ക്രീം എന്ന നിലയിലേക്ക് ടർമറിക്കിനെ മാറ്റിയെങ്കിൽ, അതേപോലെ തന്നെയാണ് ഗ്ലോബലൈസേഷൻ നമ്മളുടെ മാനുഷികതയെ, നമ്മുടെ ജീവിത രീതികളെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ തനത് ജീവന കലകളെ, പിന്നെ നമ്മുടെ പ്രകൃതിയെ എല്ലാം തന്നെ ഒരു കോസ്മെറ്റിക് ക്രീമാക്കി തീർക്കുകയാണ്. വെറും ഒരു ഉപയോഗത്തിനുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സൗന്ദര്യവർദ്ധക വസ്തു എന്നതിനപ്പുറം ഒന്നുമില്ല. അപ്പൊ ജീവിതം തന്നെ ഒരു വെറും അങ്ങനെയുള്ള ഒരു കാര്യം, ഒരു വാല്യൂ ബേസ്ഡ് അല്ലാത്ത ഒന്നാക്കി തീർക്കുന്ന ഒരു കൾച്ചറാണ് ഗ്ലോബലൈസേഷൻ നൽകുന്നത് എന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് യഥാർത്ഥത്തിൽ ഈ കവിതയിലൂടെ, ഈ ടർമറിക് എന്ന് പറയുന്ന പോയത്തിലൂടെ നമ്മുടെ സച്ചിദാനന്ദൻ നമുക്ക് നൽകുന്നത്. അപ്പൊ ഇതാണ് കവിത. ഇരുന്ന് വായിക്കുക. സംശയമുള്ളത് വീണ്ടും വീഡിയോ പ്ലേ ചെയ്ത്, അത് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല സംശയം തീർക്കാൻ. അപ്പോൾ ഇവിടെ ഇത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും പ്ലേ ചെയ്യാം. അങ്ങനെ കാണാം. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ അങ്ങനെ തന്നെ സാധിക്കും. ഇതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം തന്നെ നമുക്കറിയാമല്ലോ, യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ ഉള്ളതാണ് PDF ആയിട്ട്. അതിൽ കൂടുതൽ എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടെങ്കിൽ ഞാനത് വീണ്ടും PDF ഫയലായിട്ട് നിങ്ങൾക്ക് പിന്നെ അയച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മാക്സിമം ട്രൈ ചെയ്യാം. 3 മാസം നിങ്ങൾ വീട്ടിലിരുന്നതാണ്. എല്ലാവരുടെയും കൂടെ യു ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് ടൈം, ലോട്ട് ഓഫ് അവേഴ്സ്, ലോട്ട് ഓഫ് ഡേയ്സ്, ലോട്ട് ഓഫ് മന്ത്സ് to spend with your parents and with your loving ones. And now you have got only 1 month before you. It is a lot of time. You can learn everything very well. So it is a golden opportunity to get good marks. So please try hard. Stay home. Stay safe. All the best.